പല്ല് വെച്ചിട്ടില്ല, മുടി പോലും ചെയ്തിട്ടില്ല. രാവിലെ എനിക്ക് 8:15 സ്കൂള്. ഇപ്പോൾ ചിക്കുവിന് അത് കഴിഞ്ഞ ശേഷം എത്ര മണിക്കാണ് അപ്പോയിൻമെന്റ്? എത്ര മണിക്കാണ്? 9:15. ലെഫ്റ്റ് വഴി പോകും, അതാ നല്ലത്. 9:15 ചിക്കുവിന് അപ്പോയിൻമെന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഈവനിങ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ എന്നെ ഇന്ന് കൊണ്ടേ വിടണം. തിരിച്ച് ഞാൻ ഒന്നിലേ നടന്നു വരും, അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ നമുക്ക് അവിടെ നിന്ന് റെൻറ്റിന് കിട്ടും. അതെടുത്തിട്ട് തിരിച്ചു വരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. രാവിലെ കണ്ണുപോലും പല്ല് വെച്ചിട്ടില്ല, മുടി ചെയ്തിട്ടില്ല, കിടക്കപ്പായെന്ന് പുതപ്പ് പറ്റി ചാടി എടുത്ത് വലിച്ചു കടിച്ചുകൊണ്ട്. ഇന്നലെ ചിക്കുവിന് ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു. ഇവിടുന്ന് പിള്ളേര് നല്ല ഉറക്കമാണേ. അപ്പോൾ അതുകൊണ്ട് എക്സിക്യൂട്ടീവിനെ എടുത്തിട്ട് വന്നു. അതുകൊണ്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. എനിക്കിനിപ്പോൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8:15 മുതൽ 3:35 വരെയാണ് സ്കൂളുള്ളത്. പിന്നെ അതുകൊണ്ട് പിന്നെ ഒരു ദിവസം അവധിയുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രം ക്ലാസ്സില്ല. ക്ലാസ്സില്ലാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ആ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തതുള്ളതുകൊണ്ട് അതിന് മാത്രം പോകണ്ട. അങ്ങനെയാണ് ടൈറ്റ് ഷെഡ്യൂളായിട്ട് പോകുന്ന കാര്യങ്ങൾ. രാവിലെ ഈ ചായനെ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിള്ളേർക്കും കൊടുത്തിട്ട് നേരെ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു കണ്ണിൻ്റെ. അപ്പം അത് ചെക്കപ്പിനൊക്കെ പോയി. ചെറുതായിട്ട് ഇങ്ങനെ തലവേദനയും പ്രശ്നമൊക്കെ വന്നപ്പം പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ പോയതാണ്. അപ്പം ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പായി കഴിയുമ്പം അറിയാം മാറ്റം വരുമോ എന്നുള്ളത്. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ എക്സിക്യൂട്ട് ചെയ്യാനും സമ്മതിക്കണമൊന്നുമില്ല. വലിയ പാടാണല്ലോ. ഈ ഒരു സ്റ്റേജിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മാളുവിൻ്റെ വലിയ കുഴപ്പമുണ്ടായില്ല, കാരണം 2 വയസ്സ് വരെ അവൾ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അവൾ തന്നെ സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ ചക്കിയുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺകുട്ടീനെ പ്രഗ്നൻ്റ് ആയപ്പോൾ പിന്നെ നാച്ചുറലി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 1.5 വയസ്സ് വരെ ചക്കി. പിന്നെ സെയിം തന്നെ എസക്കുട്ടിക്ക് മുമ്പ് ഒരു ബേബി ജോൺകുട്ടി കഴിഞ്ഞപ്പോൾ ജോൺകുട്ടിക്ക് ഒരു 1.5 വയസ്സൊക്കെ ആയപ്പം ആയിട്ട് ഇപ്പോൾ മിസ്സായിരുന്നല്ലോ, നമ്മളത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലും ജോൺകുട്ടി അതുകൊണ്ട് ചക്കിയെപ്പോലെ തന്നെ അത്രയാണ് ഇതായേക്കണേ. ഏറെക്കുറെ ജോൺകുട്ടിയെക്കാട്ടിലും ചക്കിയെക്കാട്ടിലും ഒരു കുറച്ചുകൂടെ കൂടുതൽ പെസ്കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഹെൽത്ത് ഇഷ്യൂ ചെറുതായിട്ടൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നതുകൊണ്ട് അപ്പോൾ പയ്യെ സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം എനിക്ക് 1 മണിക്ക് ഡ്യൂട്ടി തുടങ്ങും കേട്ടോ. അപ്പം ഇവിടെ 11 മണിയായി. അന്നേരം ഇപ്പം ക്വിക്കായിട്ട് ഇവർക്കൊരു ലഞ്ച് ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇച്ചായൻ വരുമല്ലോ, ഞാൻ പോകുന്നതിന് മുമ്പ് ഇച്ചായൻ വരും. പൊട്ടറ്റോ ചുമ്മാ ഉപ്പിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് പുഴുങ്ങാൻ വെച്ചേക്കും കേട്ടോ. പൊട്ടാറ്റോ നല്ല ക്ലീനായിട്ട് വാഷ് ചെയ്ത് ഉപ്പിട്ട് വേവിച്ച് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് വെച്ചേക്കുന്നു കേട്ടോ. മീറ്റ് ബോൾസും ഇപ്പം ഞാനിങ്ങനെ ഇതുപോലെ പൊട്ടാറ്റോ പേസ്റ്റ് ആക്കുന്നൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ അവർ വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചോളും. എമർജൻസിയിൽ നമ്മൾ ഇങ്ങനത്തെ സാധനം യൂസ് ചെയ്യാറുണ്ട്. ബ്രൂൺ സോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മേടിക്കാൻ കിട്ടും, സാഷെറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പാക്കറ്റിനകത്ത് 2 ഡെസിലിറ്റർ കോൾഡ് വാട്ടർ ഒഴിച്ച് നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് 1 ഡെസിലിറ്റർ മിൽക്ക് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വിസ്പ് ചെയ്ത് ഇങ്ങനെ നല്ല കുറുകണോടം വരെ 2 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ സോസ് റെഡിയാണ്. പിന്നെ മീറ്റ് ബോൾസ് ഉണ്ട്. അപ്പോൾ ഈ മീറ്റ് ബോൾസിൻ്റെ കൂട്ടത്തിൽ സോസ് ഒഴിച്ച് പൊട്ടറ്റോട് കൊടുത്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് മീറ്റ് ബോൾസ് ആ സോസിനകത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് സ്ലൈസ് ചെയ്തിട്ടു. അപ്പോൾ പിള്ളേർ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. ഇച്ചയും വിളിച്ചിട്ട് വേണം ഇറങ്ങാൻ. എസക്കുട്ടി നല്ല ഉറക്കമാട്ടോ. പുറത്താണെങ്കിൽ നല്ല തകർത്ത് മഴ. ലഞ്ച് കഴിച്ചിട്ട് പോയില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നല്ല ആയിട്ട് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല ഡ്യൂട്ടി ചെയ്യാൻ. അതുകൊണ്ട് കിൻവയും പനീർ ഇട്ടിട്ടുള്ള അതാട്ടോ ഞാൻ കഴിക്കുന്നത്. ഇഷ്ടമായോ ചക്കി? ആളുവിന് ഇഷ്ടമായോ? ജോൺകുട്ടിക്ക് ഇഷ്ടമായോ? എസക്കുട്ടിന് ഉറങ്ങിക്കിടക്കും കേട്ടോ. അപ്പം നമ്മൾ നേരെ പോയി ഇച്ചാനെ വിളിച്ചുകൊണ്ട് ഇച്ചാൻ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ഇവരുടെ അടുത്തേക്ക് വരും. കൊച്ചുറങ്ങി കിടക്കണോണ്ട് കുഴപ്പമില്ല, അവരെല്ലാം ഉണ്ട്, ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ടൈമേ നമുക്കുള്ളൂവെങ്കിൽ ഇവിടെ ഈ ട്രാഫിക്കിൻ്റെ മറ്റേ സ്പീഡ് ലിമിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം 30 പോകേണ്ട വഴിയൊക്കെയാണ് റെസിഡൻഷ്യൽ ഏരിയയിലൂടെ. അപ്പം ഒരു കാരണം, അതായത് കുറേ തവണ നമുക്കറിയാവുന്നവർക്കൊക്കെ ഫൈൻ കിട്ടിയിട്ടുണ്ട്. 30 പോകേണ്ടടുത്ത് 37 പോയിട്ട് നല്ല എമൗണ്ട് ഫൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എത്ര ഹറി ആണെങ്കിലും നമ്മൾ സ്പീഡ് കുറച്ച് പോകണം എന്നുള്ളത്. റോഡ് പണികളും ഒക്കെ നടക്കുന്നതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട്. നല്ല പയ്യെ വേണം പോകാനായിട്ട്. അതാണ് ഒരു ഇപ്പോഴത്തെ ഈ സമയമില്ലാത്ത സമയത്ത് നമ്മൾക്ക് അങ്ങനെ കൺട്രോൾ ചെയ്ത് ഓടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക, ഒരു സ്ട്രെസ്സല്ലേ. ഇപ്പം നല്ല മഴയുണ്ട് കേട്ടോ.
ഇന്ന് ശരിക്കും പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിൽ വർക്ക് പ്ലേസിൽ വിളിച്ചിട്ട് പറയാം ഒരു ഇച്ചിരി കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അക്സെപ്റ്റബിൾ ആണ്. അതിനുവേണ്ടി നമ്മൾ പെട്ടെന്ന് എത്താൻ വേണ്ടി ട്രാഫിക് റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെയൊന്നും ഇവിടെ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ കറക്റ്റ് പങ്ക്ച്വലായിട്ട് ചെല്ലുക എന്നുള്ളത് വലിയ കാര്യമാണ്. എനിക്ക് മെയിനായിട്ട് ഇന്ന് അതായത് നോർമൽ ഈവനിങ് ഡ്യൂട്ടി അല്ല, 1-2 ടാസ്കുകൾ എടുക്കേണ്ട ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് മിസ്സാക്കുന്നത് ശരിയല്ലെന്നുള്ളിലൊരു തോന്നലുള്ളതുകൊണ്ടാണ് കറക്റ്റ് ടൈമിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ ക്വിക്കായിട്ടുള്ള കാരണം അപ്പോയിൻമെൻറ്റ് അങ്ങനെ കിട്ടിയതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട്, പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ഫുഡ് എന്തായാലും പറ്റില്ല. കാരണം നല്ല സ്മെല്ല് പിടിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഫുഡിൻ്റെ സ്മെല്ലുകൊണ്ട് നമ്മൾ പോകേണ്ടി വരും. പക്ഷേ അതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടമാണ് അങ്ങനെ മീറ്റ് ബോളും സോസും പൊട്ടാറ്റോ പിന്നെ സ്കിന്നോട് കൂടിയിട്ട് ഒലീവ് ഓയിൽ അങ്ങനെ ചെയ്താൽ നല്ലതാണ്, ഹെൽത്തിയും കൂടെ കേട്ടോ. അങ്ങനെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ മാഷ് ചെയ്തെടുക്കായിരുന്നു. ഇച്ചായൻ ഓൾറെഡി ലഞ്ച് കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം പിന്നെ എല്ലാം കൊണ്ടും ഓക്കെയാണ്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് വേണ്ട സമയമുണ്ടല്ലോ, ചേട്ടൻ നല്ല അടിപൊളി ഡെലീഷ്യസ് ഡിന്നറൊക്കെ ഉണ്ടാക്കാനുള്ള ടൈപ്പുണ്ട്. അപ്പോൾ ഈവനിങ് വന്നിട്ട് നമുക്ക് ഫുഡ് അടിച്ചിട്ടിരിക്കാം. ശരിക്കും പറഞ്ഞാൽ വർക്ക് പ്ലേസിലോട്ട് 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. സമയമുണ്ട്, അങ്ങനെ ഹറിയാവേണ്ട ആവശ്യമില്ല. 12:38 ആയുള്ളൂ. എനിക്ക് 1 മണിക്ക് ലോഗിൻ ചെയ്താൽ മതി. 1:30ക്കാണ് എൻ്റെ മറ്റേ മീറ്റിംഗ് വെച്ചേക്കുന്നത്. ഇച്ചാനാണെങ്കിൽ റെഡിയായിട്ട് പുറത്ത് നിൽക്കുമെന്ന്. അപ്പം മഴയും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും. അല്ലെങ്കിൽ ഇച്ചാൻ തന്നെ നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ, ഒരു 6 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ കോളേജ്, ഇച്ചാൻ പോകുന്ന കോളേജും നമ്മുടെ വീടും തമ്മിൽ. പക്ഷെ മഴയായതുകൊണ്ട് അങ്ങനെ ഇത് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ അതുവഴി പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് നേരെ വണ്ടി കൊണ്ടങ്ങ് പോയായിരുന്നു. സ്ഥലത്ത് ഇനി ഉണ്ടാവുമോ എന്നുള്ളതാണ്. കാരണം ഓക്കെ അവിടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ലോറിക്കാർക്ക് സൈഡൊക്കെ പറഞ്ഞിരുന്ന പോലെ കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. പിള്ളേരെങ്ങനെയുണ്ട്? കുഞ്ഞവൻ ഉറങ്ങി, സ്കൂട്ടറിന് ഉറക്കി. പിന്നെ പിള്ളേർക്ക് ഫുഡ് കൊടുത്തു. പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് മറ്റേ മീറ്റ് ബോളും ബ്രൗൺ സോസും അതുണ്ടാക്കി കൊടുത്തവർ കഴിച്ചു. കുട്ടിക്കുള്ള വൈകിട്ടത്തേക്കില്ല, വൈകിട്ടത്തേക്ക് വെച്ചാൽ ചെന്നിട്ട് നല്ല വിഭവസമർത്ഥമായിട്ടുള്ള ഡിന്നർ ഉണ്ടാക്കി വെക്കണം. അത് അങ്ങനെ. പിന്നെ സ്കൂട്ടറിനുള്ള ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പൊട്ടറ്റോ ബാക്കിയുണ്ട്. കുറച്ച് സോസ് മാത്രമേ കണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ അത് ഇനഫല്ല വൈകിട്ടത്തേക്ക്. വൈകിട്ടെന്നാലും കുക്ക് ചെയ്യൂ. എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം രാവിലെ അപ്പോയിൻമെന്റ്, പിന്നെ അതുകൊണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ മണം പിടിച്ചെങ്കിൽ പിന്നെ ഡ്യൂട്ടിക്ക് പോകില്ല. 1 മണിയും ഡ്യൂട്ടിയല്ലേ. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ്സിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ യൂണിഫോം, അതുപോലെ തന്നെ ഹെൽമെറ്റ്, പിന്നെ ടൂൾസ്, സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം എടുത്തു. ഫസ്റ്റ് എൻ്റെ പേരായിരുന്നു, എൻ്റെയും പിന്നെ വേറൊരാളുടെ പേരായിരുന്നു. 2 പേര് വെച്ചിട്ടാണ് പോയി നോക്കണ്ടത്. എങ്ങനെയുണ്ട്? സെറ്റപ്പാണോ? വർക്കിംഗ് പ്ലേസ് ഞാൻ ആദ്യമായിട്ടല്ലേ ഒരു എന്താ പറയുന്നത്, ഒരു കൈത്തൊഴിലായിട്ട് ഇതിന് പഠിച്ചിട്ടുണ്ട്, 2-3 കാര്യം പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം അല്ലേ കൈത്തൊഴിൽ പഠിക്കുന്നത്. മാൻ പവർ യൂസ് ചെയ്ത് ചെയ്യേണ്ട കാര്യം അല്ലേ? അപ്പൊ അതിന്റെ യൂണിഫോം ഒക്കെ ഇട്ട് പ്രൗഡാണോ? ഒരു ചേഞ്ച് ഇല്ല, നമ്മളൊരു ഫീല് വേറൊന്നുമല്ല. അറിയാൻ പാടില്ലാത്തൊരു മേഖലയിലേക്ക് കൈവയ്ക്കുന്നതിൻ്റെതായ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് കൈവെക്കണേ. ഇതൊരു വെച്ചോരോ 1-1.5 കൈവെപ്പായിരിക്കും. അത്രയും വലിയ കാര്യമല്ലേ. എന്തായാലും നോക്കാം, കട്ടിങ് കെയർഫുൾ ആയിരിക്കണം. എൻ്റെ അപ്പോയിൻമെന്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, അത് കണ്ണാടി വെക്കേണ്ടി വരും. പിന്നെ അതിന്റെ കൂട്ടത്തില് അതിപ്പോ ഉടനെ വെക്കണ്ട. ഇപ്പൊ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫീഡിങ്ങിന്റെ അത് മേ ബി റീസൺ ആകാം, അങ്ങനെ അവർ പറയുന്നുണ്ട്. പിന്നെ 2 വയസ്സാകുമ്പോ എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഇനി നമുക്ക് അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ പ്ലാൻ ചെയ്യുന്നുണ്ട്, പയ്യെ തുടങ്ങണം. പക്ഷെ അവനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് അത് ഇത്ര ഈസി അല്ലേ പറയുന്ന പോലെ, ഒട്ടും ഈസി അല്ല. ഇപ്പൊ ഒരു കൊച്ചുണ്ട്, 2 കൊച്ചുണ്ട്, 10 പിള്ളേരുണ്ടെന്ന് പറഞ്ഞാലും ആ കൊച്ചിന് ഒരേ ഒരു അമ്മയുള്ളത് ഞങ്ങൾ തമ്മിലുള്ളത്. അങ്ങനത്തെ ഒരു അത്ര ഈസി ആയിട്ട് അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ടൈം എടുക്കും. അവൻ കരയുമ്പോ ചങ്ക് ഇങ്ങനെ വിങ്ങും, നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത് പയ്യെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താന്ന് പറയട്ടെ, അവൻ തന്നെ വേണ്ടെന്ന് വെക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് ഏറ്റവും സന്തോഷം. കാരണം മാളു അങ്ങനെ ചെയ്തു. കറക്റ്റ് 2 വയസ്സായപ്പോൾ മാളു വേണ്ട, അങ്ങനെയായിരുന്നു മാളു. പക്ഷെ ഇവരുടെ ഇങ്ങനെ പിന്നെ ചക്കിയുടെയും ചോണിക്കുട്ടിയുടെയും ഒക്കെ നമുക്ക് റീസൺ ഉണ്ടായിരുന്നു. അതായത് കുഞ്ഞുമാവ ഉള്ളിലുള്ളപ്പോൾ അങ്ങനെ അത്രയും നാളൊരു കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സേഫ് അല്ലെന്നുള്ളതുകൊണ്ട് നമ്മൾ തന്നെ ഹാപ്പി ആയിട്ട് ആ ഒരു ഇതുണ്ട്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ
എന്തെങ്കിലും റീസൺ കണ്ടുപിടിക്കും. ഇപ്പം എനിക്ക് കണ്ണിന് കാഴ്ച പോകുന്നു, കൈക്ക് വേദന വരും, കാലിന് വേദന, എല്ല് വേദന എടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പറച്ചിലുകളല്ലേ ഉള്ളൂ. അല്ല, അത് വലിയ കാര്യമാണ്, മൈൻഡ് ചെയ്യേണ്ട കാര്യമാണ്. വിചാരിക്കണം നാട്ടിൽ പോയിട്ടൊരു ഡീറ്റെയിൽ ചെക്കപ്പ്, അതായത് അത് ഈ പെയിൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം ഒരു റീസൺ മാത്രമായിരിക്കും അസോസിയേറ്റഡ് വിത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല. ഇവിടെ സിംറ്റംസ് എന്താണ്, ഇപ്പൊ പെയിൻ ഉണ്ടെങ്കിൽ പെയിനുള്ള ഇതല്ലാണ്ട് അങ്ങ് ഡീറ്റെയിൽ ചെക്കപ്പ് എടുത്ത് എക്സാക്ട് റൂട്ട് എന്നാണെന്നും കണ്ടുപിടിക്കാനായിട്ട് ബിഗിനിങ്ങിൽ ഇവരങ്ങ് മെനക്കെടുവൊന്നുമില്ല. അത്ര വലിയ സിവിയർ അസുഖമാണെങ്കിൽ മാത്രമാണ് നേരെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ട്രീറ്റ് ചെയ്യും. അതല്ലാണ്ട് അത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഒരു മെനക്കെടുകയില്ല. ആദ്യം വരുന്നതും ഏറ്റവും വലിയ വലിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് വിടുന്നതാണ് ഇവിടുത്തെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രീതി. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര സുഖമുള്ള കാര്യമല്ല. അത് ഇച്ചാനാണെങ്കിലും സുഖമില്ല, ഇപ്പൊ വേദനയില്ല. അവിടെ അതായത് നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം നമ്മുടെ കാര്യങ്ങളെല്ലാം റൊട്ടീൻ നല്ല രീതിയിലല്ല പോകുന്നത്. കാരണം വെച്ചാൽ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയില്ല, ആരംഭിക്കണം. കാരണം ഭയങ്കര തിരക്കല്ലേ, ഡ്യൂട്ടി, കൊച്ചുങ്ങളുടെ കാര്യം. പിള്ളേർ അടുത്ത ആഴ്ച മുതൽ സ്കൂളിൽ പോകും. വർക്കൗട്ടിന്റെ പെയിൻ അല്ല ഞാൻ പറയുന്നത്, എനിക്കുണ്ട്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലാണ് എന്നെ സംബന്ധിച്ച് ചെക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യമുള്ളൂ. ഇതെല്ലാം ചെയ്തിട്ട് മാറുന്നില്ലെങ്കിലേ ഇപ്പൊ എനിക്കും ഉണ്ട് ചെറുതായിട്ട്. കാരണം സ്ട്രെസ് കൂടുന്നുണ്ടായിരിക്കും. കാരണം വെച്ചാൽ ഓട്ടം അല്ലേ, ഒരിടത്തുനിന്ന് അടുത്തടുത്തേക്ക് ഓട്ടം, ക്ലാസ് കഴിയുന്നു, അതിനുശേഷം ഇതുവരെ. ഇനി പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് ഒന്ന് കുറച്ച് ഫ്രീ ആകാൻ പറ്റുന്നത്. കാരണം രാവിലെ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ലഞ്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, അവർ സ്കൂളിൽ നിന്ന് കഴിക്കുന്നു. എസക്കുട്ടീന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അത് കിട്ടുന്നു. പിന്നെ നമ്മൾ വൈകുന്നേരം നമുക്ക് ഇൻ കേസ് ക്ലാസ്സിലായാലും അല്ലെങ്കിൽ ചുക്കും ഡ്യൂട്ടിയിലായാലും അത്രയും ടൈം നമുക്ക് പേഴ്സണലായിട്ട് ചിലവഴിക്കാൻ പറ്റത്തില്ലേ. അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വേണം. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച തൊട്ട് ജിം വർക്കൗട്ട് ആരംഭിക്കണം അല്ലേ. ചിക്കു ആരംഭിക്കാൻ ചിക്കുവിന് സമയം കിട്ടും. പിന്നെ അടുത്ത ആഴ്ച അല്ലേ ചിക്കുവിന് ക്ലാസ് തുടങ്ങുന്ന, അടുത്ത ആഴ്ച അല്ലേ. എത്ര മണി വരെ ചിക്കു ഡ്യൂട്ടി? എത്ര മണി വരെയാ? 9:30 വരെ. അതിന് വീക്ക് ഡേ ആയതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് കുറച്ച് എക്സ്ട്രാ ടൈം കൂടുതലുണ്ട്. അപ്പോൾ 9 മണിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാം. 9 വരെ ഇരിക്കുന്നത് കുറച്ച് ലേറ്റാണ്. പക്ഷെ തിരക്കുണ്ടെങ്കിൽ എന്താണേലും പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ ഇപ്പോൾ ആ പോരുന്ന സമയത്ത് അഡ്മിഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി കഴിയാതെ അങ്ങനെ നൈറ്റ് സ്റ്റാഫ് 3 പേരേ ഉള്ളൂ, 3 വിങ്ങിലായിട്ടാവും. അത് ഇഷ്ടം പോലെ പേഷ്യൻസ് ഉണ്ടല്ലോ. നോക്കട്ടെ, ഞാൻ മെസ്സേജ് അയക്കാം. എത്തും 12:47 ആയതുള്ളൂ. ഹോസ്പിറ്റലിൽ എത്തി. 1 മണിക്ക് കയറിയാൽ മതി. ഡ്രസ്സ് മാറാൻ 3 മിനിറ്റ്. മഴയുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഞാനവിടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത വീട്ടിലേക്ക് പോവാണെന്ന് പോയാൽ മതിയായിരുന്നു. നടന്നു പോയാലും അധികം ദൂരമില്ലല്ലോ. ഇല്ല, മഴ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ റിസ്ക് എടുക്കാത്തത്. സാധാരണ വരുമ്പോഴേ വീക്ക് ഡേയ്സ് വരുമ്പോൾ ഇങ്ങനെ വണ്ടികളൊന്നും കാണത്തില്ല. ഇതിന്റെ ഹോസ്പിറ്റലിന്റെ ഒരു സൈഡ് മാത്രമാണേ വീക്കെൻഡിൽ വരുമ്പോൾ ഒരു ചെറിയൊരു പോർഷൻ, ഒരു സൈഡ് മാത്രം. കാരണം എൻ്റെ വാർഡ് ഇവിടെ അടുത്തായതുകൊണ്ടും ഡ്രസ്സ് മാറുന്ന സ്ഥലം ഇവിടെ അടുത്തായതുകൊണ്ടും ഇതുവഴി പോകുന്നത്. ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്ക് നിർത്തി എങ്ങനെ ഇറങ്ങുന്നത്? രാവിലെ തൊട്ടെന്നായിരുന്നു പരിപാടി ഇവിടെ? നിങ്ങളെന്താ പരിപാടി? നിങ്ങൾ കുറെ സിനിമ കാണുന്നു തോന്നല്ലോ അമ്മ പോയതിനു ശേഷം. യേശുക്കുട്ടി ഫുഡ് കഴിച്ചായിരുന്നോ? ഇല്ല. ഇതിന് പാപ്പം തരട്ടെ? പാപ്പം തരട്ടെ? പുറത്ത് നല്ല മഴ. നിങ്ങൾ കഴിച്ചായിരുന്നോ? എല്ലാവരും കഴിച്ചു? സെക്കിങ് കഴിച്ചോ? എന്താ വീട്ടിൽ കഴിക്കാനുള്ള? എന്താ കഴിക്കാനുള്ള രസപ്പെട്ടിക്ക്? എന്താ രസപ്പെട്ടി കഴിക്കാനുള്ള? പറഞ്ഞേ, പറയാവോ? എന്താ കഴിക്കാനുള്ളേ? പൊട്ടാറ്റോ ആണോ? പറഞ്ഞേ, കഴിക്ക്. കഴിക്കുമ്പോ കളിപ്പിക്കല്ലോ കേട്ടോ. കുഞ്ഞിന് പൊട്ടറ്റോ മുറിച്ച് സംസാരിക്കാൻ അവൻ കഴിക്കുമ്പോ സംസാരിക്കില്ല, അവൻ ചവച്ച് കഴിക്കട്ടെ. കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. കഴിക്ക്. പാലൊക്കെ തരാം, വെച്ച് കഴിക്കും. പാല് തരാം. കണ്ടിട്ടൊക്കെ എടുത്തോളൂ. ചോക്കും അല്ലെങ്കിൽ ചവച്ച് തിന്ന്.
അസ്കുടി ചവച്ച് തിന്നിട്ട് തരാം. ഞമ്മനെ തിന്നണേ. വെള്ളം തരാം, കഴിച്ചിട്ട് തിന്നാം. ചവച്ചരച്ച് കഴിക്കുക, എന്നിട്ട് തരാം. അസ്കുടി പാല് വേണോ? ആന കാണിച്ച ആന തിന്നണം. അങ്ങനെ പെട്ടെന്ന് സ്ലോ ആയിട്ടാ വരുള്ളൂ. വെള്ളം സ്ലോ ആയിട്ടാ വന്നോളൂ. കൊടുക്കുക സൈഡിൽ വെച്ചോളൂ. കൊടുക്ക ദാഹിക്കുന്നുണ്ടോ? പൊട്ടാറ്റോ തിന്നു. പൊട്ടാറ്റോ മീറ്റ് ബോള് മാത്രമല്ല കഴിച്ചോ, എല്ലാം കഴിച്ചോ. കൊച്ചിന് കൊച്ചു മൊത്തം കഴിക്കും. ഫുഡ് മൊത്തം കഴിക്കണം കേട്ടോ. ഫുഡ് ചേട്ടായി ഇച്ചിരി മുഴുത്ത പീസാണ്, പക്ഷെ രസക്കുട്ടി കടിച്ച് ചിരിച്ച് കഴിക്കണം. അപ്പോൾ മുറിച്ച് തരട്ടെ. ഇനി രസക്കുട്ടി അടുത്ത ആഴ്ച മുതൽ ഡേക്കറി പോവാണ്. അപ്പോൾ അവൻ ഫുഡ് ഒക്കെ തന്നെ കഴിക്കാനൊക്കെ ശരിക്കും തുടങ്ങി. വിശക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ടെൻഷനില്ല. ഡേക്കറി പോകുമ്പോൾ കഴിച്ച് തീർന്നു അല്ലേ? മതിയോ? ഇനി വേണോ? ഇച്ചിരി കൂടെ ഉണ്ടല്ലോ, കുറച്ചും കൂടെ ഉണ്ടല്ലോ. പപ്പ തരാം, ഇതും കൂടെ തരാം. ആ പ്ലേറ്റ് എടുത്ത് വെച്ചോ പാപ്പ. പ്ലേറ്റ് എടുത്ത് വെച്ചോ. പ്ലേറ്റ് ഇത് വേണോ? വേണ്ടേ? കുഞ്ഞി പീസുള്ളൂ. കഴിക്ക്. ഇച്ചിരി കൂടെ ഉണ്ട്, അതുകൊണ്ട് കഴിക്കേ. അതുകൊണ്ട് കഴിക്കുക. അതുകൂടെ കഴിക്കും. ഇച്ചിരി കൂടെ ഉള്ളൂ, അതുകൊണ്ട് കഴിക്കുക. കഴിക്കത് മിടുക്കനായിട്ട് കഴിക്കുക കേട്ടോ. രസക്കുട്ടിക്ക് കിട്ടി, അവനത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ സ്കൂൾ കഴിഞ്ഞപ്പോൾ ഡോണറ്റ് വാങ്ങിച്ചിട്ട് വന്നു. പിള്ളേർ കുറച്ച് ദിവസമായി ഡോണറ്റ് കഴിച്ചിട്ട്. ഇനിയിപ്പോൾ ഉറക്കം വരുന്നുണ്ടോ? മൊത്തം തൂത്ത് വയ്ക്കാം, എന്നിട്ട് കുളിപ്പിച്ചിട്ട് ഉറക്കാം. രസക്കുട്ടീനെ കുളിപ്പേരൊക്കെ കഴിഞ്ഞ് അവനെ ഉറക്കം വേണ്ടി കിടന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി. എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും വാക്കും ചെയ്യാൻ എടുത്താ. മതി രസക്കുട്ടി വാക്കും ചെയ്തേ. പപ്പ ചെയ്തുന്നേ. പപ്പ ചെയ്തു, ഓഫാക്കി. ഓഫ് ചെയ്തു. നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നേ ആള്. നിങ്ങൾ ക്ഷീണം ഭയങ്കര ക്ഷീണം. സമയം 5:30. നാളെ കഴിഞ്ഞ് സ്കൂൾ സ്റ്റാർട്ടാവും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചായിരുന്നോ? അപ്പൊ കുറച്ച് മണികളിലോ നമുക്ക് ഡിന്നർ ഉണ്ടാക്കണ്ടേ? മീൻ വെട്ടാനുണ്ട്. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പപ്പേനെ? കുട്ടി മീൻ വെട്ടി ശരിയാവത്തില്ല, തൊലികളാണല്ലേ. അമ്മ വരുമ്പോഴേക്കും നമുക്ക് ഫുഡ് ഉണ്ടാക്കി വെക്കണം. നിങ്ങൾ വല്ലതും പുറത്ത് പോയാൽ നിന്നാ? നിങ്ങൾ പോയി നടന്നിട്ട് വരുന്നുണ്ടോ? പയ്യ എന്നാ? രസക്കുട്ടി അതെല്ലാം എടുത്ത് വെച്ച് കൈ വരുത്തി വാങ്ങിക്ക. നിങ്ങൾ കൊച്ചിനെ പുറത്തിറങ്ങുന്നുണ്ടോ? പപ്പ അന്നത്തേക്കും കുക്ക് ചെയ്ത് വെക്കാം. എന്ത് പറയുന്നു? അല്ല വന്നിട്ട് ചെയ്യാം. ചോദിച്ചു വന്നിട്ട് ചെയ്യാം. എങ്ങനെ നിങ്ങൾ പുറത്ത് പോയിട്ട് വരുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ഫ്രഷ് എയർ കൊണ്ടിട്ട് വാ. യെസ് കുട്ടി അത് അവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാനാണേ. എല്ലാ ദിവസവും കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ. പുള്ളിക്ക് അത് അറിയാം. ഒന്ന് വലിച്ചു വിട്ടാൽ കണക്ട് ചെയ്യാൻ നോക്കട്ടെ. നമ്മൾ കൊടുക്കാം വലിക്കാം. അങ്ങോട്ടെ കണക്ട് ചെയ്യട്ടെ. കണക്ട് ചെയ്തു. അതിനകത്ത് അങ്ങനെയല്ല കണക്ട് ചെയ്യുന്നത്, അപ്പുറത്തിനകത്ത് കണക്ട് ചെയ്യുന്നത്. മതി പൊട്ടിപ്പോ. പൊട്ടിക്കണ്ട. ബാക്കി വെച്ചേക്കാവോ? തക്കി തന്നെ പരിപാടി. ഞാനിത് ഇവിടേക്ക് ഇങ്ങനെ
ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഒരു ബിരിയാണി വയ്ക്കണം. ചിക്കൻ ബിരിയാണി വയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ചിക്കൻ വാങ്ങിച്ചു തിരിക്കില്ല, പിന്നെ പോകാൻ മടി. ഫിഷ് ഇരിപ്പുണ്ട്. അപ്പോൾ സാമ്പാർ ഉപയോഗിച്ച് നമ്മൾ ഇച്ചിരി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നോക്കിയിട്ട് സവോള വരട്ടുവാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ബിരിയാണി പരീക്ഷിക്കണേ, ഇതുവരെ ചെയ്തിട്ടില്ല. ചോറൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചത്. അതിനിടയ്ക്ക് നാളെ പോയിട്ട് തക്കാളി വാങ്ങിച്ചുകൊണ്ടു. പിന്നെ കൊറിയാണ്ടർ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് ആ ഷോപ്പിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പോയി നോക്കേ. വേറെ ഒരു ഓയിൽ വാങ്ങണം. പപ്പേനെ അവിടെ ചെയ്തിട്ട് വിളിക്കുക. ചക്കിയും മാളും കൂടെയാണ് സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നത്. പോയി വാങ്ങിച്ചിട്ട് വരണേ. അവിടെ ചെയ്ത് പപ്പേനെ വിളിക്കണം കേട്ടോ. പപ്പ ഫുഡ് ഉണ്ടാകുമ്പോൾ ഈ കൊച്ചിന് വിശക്കാൻ തുടങ്ങി. അപ്പോൾ പപ്പ ഇതന്നെ എസക്കുട്ടി പൊട്ടിട്ടോ. എസക്കുട്ടി ഇനി ഡേക്കറി പോകുമ്പോഴേക്കും ഇത്രയും നാൾ മലയാളം മാത്രമാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിള്ളേർ പെട്ടെന്ന് പഠിച്ചോളും. ചെന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അല്ലേ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവൻ പഠിക്കുമെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെയായിരുന്നു. കഴിക്കേ കഴിച്ചു. മാളൂന്ന് പറഞ്ഞ വിളിയുണ്ട്. മാളു ചാക്കി. എന്തിയാ മൊത്തം കഴിക്കാത്ത? നോ 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 നോ. അസുകൂട്ടിനെ ഇവിടെ എല്ലാവരും കൂടെ ഇട്ടിട്ട് പോയോ? അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല അസുകൂട്ടി നോക്കിക്കൊണ്ടിരുന്നാല്. അതുകൊണ്ടല്ലേ പപ്പയെ എടുത്ത് നിർത്തിയിട്ട് പോയോ? എന്നാ അപ്പ കൊച്ചനോട് ഇരിക്കേ. അപ്പൊ ഉണ്ടാകട്ടെ, ഫുഡ് ഉണ്ടാകട്ടെ. പൊട്ടറ്റോ കഴിച്ച് കൊച്ചു കളഞ്ഞില്ലേ? ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ ബിരിയാണിയാണ്. 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. ഇനി ചെക്ക് വരും പറയാൻ പറ്റും. എന്റെ പൊന്നെ ആവശ്യമില്ലാത്തൊരു പരിപാടി. ഞാൻ ചോറും മീൻകറിയും വെച്ചാൽ മതിയായിരുന്നു. ചക്കി ചേച്ചിട്ട് കൊടുത്തേ പരിപാടി. എന്നാ കളിക്കോ ചേക്കി? എന്നാ ചെയ്യുവാ? ജോണിക്കുട്ടിയുടെ എല്ലാം എടുത്തു വെച്ചോ? സ്കൂളിൽ പോകാൻ വേണ്ടി അഡ്വാൻസ് ആയിട്ട് 2 ദിവസം മുമ്പേ ജോണിക്കുട്ടി എടുത്തു വയ്ക്കാൻ തുടങ്ങിയാണ്. എല്ലാം കഴിഞ്ഞോ? എന്നാ സാധനങ്ങളില്ലാത്ത? എനിക്കിപ്പോ സ്കെച്ചുകൾ കുറവായി. പിന്നെ എന്റെ കളർ പെൻസിൽസും പിന്നെ എന്റെ എനിക്കിപ്പോ ഇല്ലാതെ തെറോത്തിനും വീവത്തിനും ഇല്ല. സമയമുണ്ടല്ലോ. നാളെ കഴിഞ്ഞില്ലേ സ്കൂള്? പക്ഷെ നാളെ എന്തായാലും സമയമില്ല. നാളെ തന്നെ സമയമില്ലാത്ത? നാളെ ലാസ്റ്റ് ദിവസമാണ് വെക്കേഷൻ്റെ അല്ലേ? മടിയാണോ സ്കൂളിൽ പോകാൻ നിങ്ങൾക്ക്? ചക്കിക്ക് മടിയാണോ അല്ലെങ്കിൽ ഇഷ്ടമാണോ പോകാൻ? വെള്ളപ്പം. എസ്കുട്ടി തിങ്കളാഴ്ച മുതലാണ് ഡേക്കറി പോകുന്നുള്ളൂ. അതുവരെ നമ്മൾ പറയും ചെയ്യുന്നു. അടുത്ത തിങ്കളാഴ്ച മുതലാണ് എസ്കുട്ടി ഡേക്കറി പോകണം. ഇനി എസ്കുട്ടി ഡേക്കറി ഒന്ന് മാറുവാണ്. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ അംഗമാണ് അല്ലേ? ഈ സന്തോഷമൊക്കെ ഉണ്ടാവും അവിടെ ചെന്ന് കഴിയുമ്പോൾ. നാളെ എന്നാ പരിപാടി? നാളെ ക്ലീനിങ് മാറ്റിയാ. എന്നാ എസ്കുട്ടി? വിശക്കുട്ടിക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുട്ടിക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുട്ടിക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുട്ടിനെ കൊണ്ട് നടക്കാനെങ്കിൽ വീട് ചുറ്റുവട്ടത്തോടൊക്കെ അവൻ ചെളിക്കകത്തൊക്കെ ചവിട്ടി. എന്നതാ അതെന്നതാ അതെന്നതാ? വിശക്കുട്ടിനെ കൊണ്ട് നടക്കാൻ ഇറങ്ങിയാണ്. വീട്ടിൽ പോവാം നമുക്ക്. ചെളിക്കകത്തെല്ലാം ചവിട്ടി കൂടി എല്ലാം ചെടിയായില്ലേ? ചെളിയായില്ലേ? ആ വെള്ളമൊന്നും അവിടെ ഇല്ല. ആ പൂക്കള് പുറത്ത് പോയിട്ട് അടുത്ത ഉടുപ്പ് മാറുന്നു. ഉടുപ്പ് മാറി. ഇപ്പൊ ഫുഡ് കഴിക്കുന്നുണ്ടോ അല്ലെ മമ്മ വന്നിട്ട് മതിയോ? മമ്മ 1 മണിക്കൂർ കഴിക്കും. എൻ്റെ ബിരിയാണിക്ക് ലുക്കൊന്നുമില്ല. ഉപ്പ് ലേശം കൂട്ടിയിട്ടുണ്ട്. പക്ഷെ എസ്കുട്ടിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പം അവന് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. നല്ലതാണോ? ഓ നല്ലതാണ് എൻ്റെ പൊന്നേ മതി. ആളും ചക്കിയൊക്കെ അവർ മമ്മ വന്നിട്ട് കഴിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്നപ്പാ വെള്ളം വേണോ? തരാം. എസ്കുട്ടിക്ക് സൈഡിൽ നിന്ന് എടുത്തു.
കുറച്ച് മഞ്ഞളുടെ കുറവുണ്ടായിരുന്നു. എടുത്ത് പപ്പ അടിച്ചു വെച്ചോ. രസക്കുട്ടിക്ക് നല്ല വിശപ്പായിരുന്നു. വെള്ളം തരാം. നോർമലി രസക്കുട്ടി കൈ കൊണ്ട് കഴിക്കാറില്ല. പക്ഷേ ഇന്ന് എന്നാണോ ചോറ് കൈ കൊണ്ട് എടുത്ത് കഴിക്കുന്നത്. സ്പൂൺ കൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്ന പോലെ വരുന്നില്ലെന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പുള്ളി അങ്ങനെ കഴിക്കുന്നതല്ല. ഇഷ്ടപ്പെട്ടൊരു ചക്കര നല്ലതാണോ? നല്ലതാണോ? ചോറ് പുള്ളി അത്രയും ചവയ്ക്കുന്നൊന്നുമില്ല. തീർന്നു തീർന്നു തീർന്നു. താങ്ക് യു. തീർന്നു. ഇനി കുടഞ്ഞിട്ടുണ്ടോ? ഉള്ളത് കുടഞ്ഞിട്ടുണ്ട് അതിനകത്തേക്ക്. തീർന്നു. വേണോ കൊച്ചിന്? ഇനി വേണോ? കൊച്ചിന് കുറച്ചുകൂടെ വേണോ? പപ്പ തരാം. ചൂടുണ്ട്. മീൻ ചൂടുണ്ട്. മീൻ ഊതിയിട്ട് കഴിക്കുക. താഴെ കഴിക്കാം. ഊതിയിട്ട് കഴിക്കുക. രസക്കുട്ടി ഫുഡ് കഴിച്ച് അപ്പം തന്നെ ഉറങ്ങാൻ പോവാ. രസക്കുട്ടി ഒരു ടാറ്റ തരാവോ? താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. എന്നിട്ട് അവൻ എണീക്കുന്നില്ല. അയച്ചോടി. എങ്കിലും അവൻ ടാറ്റ പറഞ്ഞല്ലോ. ടാറ്റന്ന് മാത്രം പറഞ്ഞോളോ? ഉറങ്ങി വീഴും. പക്ഷേ എങ്കിലും പുള്ളി ഉണ്ടല്ലോ, ആ മനസ്സിൽ കിടക്കുന്നതാണ് സംഭവം. ചിക്കനെ കൊണ്ടുവരാൻ പോകണം. ഫുഡ് കഴിച്ചിട്ടില്ല, ഇവരും കഴിച്ചിട്ടില്ല. സിനിമ കാണുന്നു. അമ്മയുടെ ഡ്യൂട്ടി കഴിയാൻ ഇനിയുണ്ട്. 20 മിനിറ്റ്സ് കൂടെ ഉണ്ട്. അപ്പോൾ രസക്കുട്ടി ഉറങ്ങുവാണെങ്കിൽ രസക്കുട്ടിനെ ഞാൻ ഇവിടെ കിടത്തിയിട്ട് പോകാം. അപ്പം മാത്രം പോയിട്ട് വരാം കേട്ടോ. നോക്കട്ടെ. രസക്കുട്ടി ഉറങ്ങുന്നത് കൊണ്ട് അവനെയും കൊണ്ടുവന്നു. പിന്നെ ഇവർക്കും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ആയിട്ടാണ് ചിക്കനെ കൊണ്ടുവരാൻ വേണ്ടി പോണേ. ഇപ്പം സമയം 9:30 കേട്ടോ. നല്ല വെട്ടമുണ്ട്. വെയിലൊക്കെ ആയി. രാവിലെ മഴയിലായിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് മഴയിലായിരുന്നു. നല്ല മഴയിലായിരുന്നു. പാവം നല്ല വിശന്നിരിക്കുമായിരുന്നു. പുള്ളി എണീറ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തത് ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം ആണ് കൊടുത്തത്. രാവിലെ പുള്ളി ഒന്നും കഴിച്ചില്ല. ഇന്ന് രാവിലെ കഴിച്ചായിരുന്നോ? ഇല്ല, പൊറിച്ച് കഴിച്ചോളൂ. അതിന് ശേഷം ഞാൻ വന്നു കഴിഞ്ഞ ശേഷമാണ് ലഞ്ച് കഴിച്ചത്. കറക്റ്റാണ് ബിൽഡിങ്ങിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് വെട്ടടിക്കുന്നെങ്കിൽ അല്ലേ? കറക്റ്റ് സൺലൈറ്റ് അങ്ങോട്ടാ. വഴി നാളെ പറഞ്ഞട്ടെ. നല്ല ഉറപ്പാണ്. അങ്ങനെ വന്നു. ഉറങ്ങിയോ? ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു? പോകണ്ട ദിവസം അല്ല, ഇനി 3 ദിവസം അവധിയല്ലേ? അല്ല, നാളെ അവധി. അത് കഴിഞ്ഞ് 2 നൈറ്റ്. ഒരു നൈറ്റ് ആയിരുന്നു. അവരെന്തിനാ എനിക്ക് 2 നൈറ്റ് ഇട്ടേന്ന് അറിയില്ല. എനിക്കാണെങ്കിൽ എങ്ങനെയാ മാനേജ് ചെയ്യുന്നറിയില്ല. എങ്ങനെയുണ്ടായിരുന്നു? നോർമൽ എനിക്ക് വന്നു ഭയങ്കര ക്ഷീണം. കൊച്ചിന് ഫുഡ് കൊടുത്തിട്ട് ഞാനൊന്ന് ഉറങ്ങാൻ തുടങ്ങി. കുറച്ചു നേരമൊക്കെ അങ്ങ് മയങ്ങിപ്പോയി. രസക്കുട്ടിയാണെങ്കിൽ കിടത്താൻ നോക്കി, അവൻ കിടക്കുന്നില്ല. പപ്പയൊന്നും മിടുക്കനായിരുന്നു മക്കളെ. പപ്പേനെ മിടുക്കനാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റാ. പപ്പയ്ക്ക് മാത്രമേ ഉള്ളൂ. മിടുക്കന്മാർക്കൊക്കെ ഉണ്ട്. മിടുക്കന്മാർക്കും മിടുക്കിയൊക്കെ ഉണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിലും ടേസ്റ്റ് ചെയ്യുന്ന ടൈപ്പ്. അതുകൊണ്ട് സ്പെഷ്യൽ ആയിരുന്നു അമ്മ എടുത്തോണ്ട് ഷിപ്പേന്ന് വാങ്ങിയതാ. മമ്മയുടെ ഒരു കൊളീഗ് ഇന്ന് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ കൊണ്ടുവന്നാ. അപ്പൊ എല്ലാവർക്കും ഉണ്ട്. ടു ഡാർക്ക് നമ്മൾ വിചാരിക്കും ഫസ്റ്റ്. പക്ഷെ അത് ചവച്ച് തിന്നണം. പണ്ട് നാട്ടിലെ ഏതോ ഒരു ചോക്ലേറ്റ് പണ്ട് ഗൾഫിൽ നിന്ന് എവിടെ കൊണ്ട് നമ്മൾ കഴിച്ചേക്കുന്ന ടേസ്റ്റ് നാട്ടിൽ ഉണ്ടോ? ചവച്ചരച്ച് വായിലിട്ട് ഒരുമിച്ച് എക്ലെയറിന്റെ അല്ല,
എക്ലെയർ 5 സ്റ്റാറോ എന്തിന്റെ ഒരു ഇതുണ്ട്. എനിക്കാരും പറഞ്ഞിട്ടോ. അല്ല ഡോർ വന്നപ്പോഴേക്കേ മറ്റേ റെസ്റ്റോറന്റിന്റെ മണമൊക്കെ വരുന്നു. ഇവിടെ എന്തായിരുന്നു സംഭവം? ഞങ്ങൾ കുറച്ച് കറി വെച്ചു. കറി വെച്ച് നിങ്ങൾക്ക് മണം. മീൻകറിക്ക് ഈ മണം വരില്ലല്ലോ. ബിരിയാണിയാണോ? ബിരിയാണി ഉണ്ടാക്കത്തില്ലെന്ന് അറിയാലോ. അതാ ഓർത്തിച്ച എന്തായാലും ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല. പിന്നെ എങ്ങനെ ഇത് എന്നാ മണത്? എനിക്ക് ബിരിയാണിയുടെ മണം വന്നേ. കണ്ടോ മമ്മിക്ക് അറിയാണോ ഇതിനെ കുറിച്ച്? എനിക്ക് അറിയാം. അമ്മയ്ക്ക് അറിയത്തൊന്നുമില്ല. ജോബിൻ കൊണ്ട് തന്നാ ഈവനിങ് ജോലിയാണ് കൊണ്ടുതരുന്നേ. ഒന്ന് പോവാ. എന്നാ ബിരിയാണി അത്? എന്റെ പൊന്നെ, അതെന്നത് ഫിഷ് ബിരിയാണിയോ? ആക്ച്വലി ചോറും കറിയും വയ്ക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ചുമ്മാ പരീക്ഷിച്ച ശരിയായിട്ടില്ല. പക്ഷെ എങ്ങനെ ഉണ്ടാക്കി? എവിടെ നിന്ന് റെസിപ്പി കിട്ടി? എനിക്ക് എന്റേതായ ശൈലി. പിന്നെ അത് ഞാൻ വിശ്വസിക്കൊന്നുമില്ല. അയ്യോടാ ഇച്ചിരി കുറച്ച് തള്ളി കുറച്ചില്ല. പിള്ളേരാരുടെ ഞാൻ എടുത്തു. അപ്പൊ ആരുടെ വീഡിയോ ചെയ്തേ? മറ്റേ ഷാൻ അതാണോ? ഷാൻജിയോടെ. ഞാൻ ചുമ്മാ ആക്ച്വലി മീൻകറി ചോറ് വെക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അപ്പോഴാണ് ഓക്കെ എന്നാ ബിരിയാണി ഞാൻ ഇത് ചെയ്തിട്ടില്ല. ബിരിയാണി കഴിക്കുന്നത് 2 ദിവസമായിട്ട് ആഗ്രഹിക്കുന്ന. താങ്കളുടെ അടുത്ത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ താങ്കൾക്ക് താല്പര്യമില്ല. ഞാൻ തന്നെ എന്റെ ആവശ്യമാണല്ലോ. മോനെ കൊച്ചിനെ കിടത്തിയോ? എനിക്കറിയില്ല. എണീറ്റു. അതല്ലേ വീഡിയോയ്ക്ക് ഇവന് ഉറങ്ങി മയങ്ങി വരുവല്ലേ. മയങ്ങി കഴിഞ്ഞപ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റ പറഞ്ഞപ്പോഴേക്കും പുള്ളി ഉറക്കത്തില് ടാറ്റ. ഫുഡ് കഴിച്ചോളൂ. ഇപ്പൊ അവന് വിശക്കുന്നുണ്ടായിരുന്നു. 2ാമത്തെ പ്രാവശ്യം ചോദിച്ചു. ബിരിയാണിയോ? ആദ്യമായിട്ട് ഞാൻ ബിരിയാണി കഴിക്കുന്ന ആദ്യമാണ്. പക്ഷെ എരിവൊന്നും ഇല്ലായിരുന്നു. അല്ല ഞാൻ പിള്ളേർക്ക് ഇവര് മാത്രമേ. ഇവരോട് ചോദിച്ചു ഞാൻ പറഞ്ഞു മമ്മ വന്നിട്ട് മതിയെന്ന് പറഞ്ഞു. എന്നാ കഴിച്ചാലോ? ഞാൻ കൊച്ചിനെടുക്കാം. മൂവി കാണാനൊന്നുമില്ല. എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്. പിള്ളേർക്ക് നാളെ ലാസ്റ്റ് ഡേ ആണ്. പിള്ളേരുടെ അപ്പൊ നാളെ രാവിലെ സ്കൂളിൽ പോണം. അത് കഴിഞ്ഞിട്ട് അപ്പക്ക് നാളെ ഈവനിങ് ഡ്യൂട്ടി ഉണ്ട്. അപ്പക്കാണ് ഓഫ് ഒന്നും വന്ന കൈ കഴിട്ട് വിളമ്പിക്കോ. അതെ ഇതായിരുന്നല്ലോ കാര്യം. അപ്പൊ എന്റെ ഡ്യൂട്ടി ഇടയ്ക്ക് ഗരം മസാല ഇരിക്കുന്ന അവിടെ പറഞ്ഞ മെസ്സേജ്. ഞാനാണെങ്കിൽ ഭയങ്കര തിരക്ക്. മെസ്സേജ് കാണുന്നത് കണ്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാ. അപ്പോഴേക്കും ഇപ്പം എന്തിനാ ഗരം മസാല ചോദിക്കുന്നതെന്ന് ഓർത്തോണ്ട് ഞാൻ അവരെ മീൻ വറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചേർക്കാനാണ്. ഞാൻ പറഞ്ഞു അയ്യോ ഗരം മസാല ഇട്ടാലും മീൻ വറക്കും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് കാണാനായിട്ട് ഞാൻ എന്നറിയോ ഗരം മസാല ഉണ്ടാക്കി. എന്റെ പക്ഷേ കഥകളെ കാര്യമൊന്നുമല്ല. ഇത് സെറ്റപ്പ് ആയില്ല. ഞാൻ സവോള പൊന്നേ മതി. മീൻ കഴിക്കത്തില്ലേ? ഞാൻ എരിവ് മാക്സിമം കുറച്ചുണ്ടായിരിക്കുന്നത്. ഫസ്റ്റ് പ്രാവശ്യം ആയതുകൊണ്ട് അതിൻ്റെ സെറ്റപ്പുകൾ ചെയ്യില്ല. പക്ഷെ കുറച്ച് സവോള വറുത്തിരുന്നായിരുന്നു. അത് ഞാൻ പിന്നെ അത് വിട്ടു കളഞ്ഞു. സാരല്ല. അടുത്ത പ്ലേറ്റ് വന്നപ്പാ ഞാൻ എടുത്ത് പിടിക്കാന്ന് പറഞ്ഞപ്പോ അവന് സമ്മതിക്കില്ല. അവൻ എന്റെ തോളത്ത് തന്നെ കിടക്കണം. ഞാൻ വിളമ്പാം. ഓക്കെ. ആ വിൻഡോ ഇല്ല, അത് ഇപ്പോഴും ഓപ്പൺ ആണ്. മറ്റേ ഇങ്ങനെ രാത്രിയാണ് ഓപ്പൺ. പക്ഷെ ഇന്ന് അത് സ്പെഷ്യലി ക്ലോസ്. ഓർമ്മ ഇപ്പോഴും നമ്മളെ പേര് അത് ഓപ്പൺ ആണ്. പക്ഷെ അവിടെ ലൈറ്റ് ഓൺ. അടുത്ത വീട്ടിലെ 2 ദിവസമായിട്ട് അടുത്ത അമ്മച്ചേനെ കാണുന്നില്ല. അപ്പച്ച മാത്രമേ ഉള്ളൂ. വിൻഡോസ് അടച്ചിട്ടേക്കുന്നു. കാണിക്കില്ല. ഇന്ന് ഹൈനി ഇപ്പൊ കാണുമ്പോ പക്ഷെ അപ്പൂപ്പയെ പെട്ടെന്ന് ഒരു വലിയ വ്രിങ്കിൾസും ഡബിൾ ചിൻ പെട്ടെന്ന് വന്ന പോലെ ഒരിക്കലും ഇല്ലായിരുന്നു. അല്ല ശരിക്കും വേറെ ആളെ എനിക്കൊരു എന്തോ പരിപാടി എന്താ പറയാ. അമ്മച്ചി എനിക്കൊന്ന് അവരുടെ മോന്റെ വീട്ടിൽ വരെ പോയായിരിക്കും പട്ടിനെ കൊണ്ടൊക്കെ. ഭയങ്കര ഫ്ലേവർഫുൾ, അടിപൊളി. ഇനി പിള്ളേര് കഴിച്ചു പറയും. പക്ഷെ എസക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. എസക്കുട്ടി 2 പ്രാവശ്യം വാങ്ങിച്ചു കഴിച്ചു. എനിക്കിഷ്ടായി. ഡ്രൈ അല്ല, എന്തിനോ ഓയിലി സോഫ്റ്റ് ആണ്. എനിക്ക് ഇഷ്ടമായി. കഴിച്ചോ?
ദൈവമേ എന്നോ ടേസ്റ്റ് ഇതിനാ. നിങ്ങൾക്കറിയാം നമുക്ക് ഇഷ്ടപ്പെടും. വലിയ റിയാക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. ഓ എനിക്ക് വയ്യ. നല്ല ടേസ്റ്റ്, ഉള്ള കാര്യം പറയാം. നല്ല ടേസ്റ്റ്. കൂടിയെന്നാ പറഞ്ഞത്. ഉപ്പ് കൂടിപ്പോയെന്നാ പപ്പ പറഞ്ഞത്. ഉപ്പ് കൂടിപ്പോയില്ലേ? ഉപ്പ് കറക്റ്റാ. അന്ന് ഞാനറിയാം കറിയുടെ ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉപ്പ് കൂടിപ്പോയിട്ട് ഞാൻ പിന്നെ റൈസിന് ഇച്ചിരി ഉപ്പ് ഇട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും. ഒരു ടീസ്പൂൺ ഇട്ടു. ആ ചക്കിക്ക് ഇഷ്ടപ്പെട്ടു മോനെ. ഇനി എന്നോടൊന്നും പറയരുത് ഉണ്ടാക്കാൻ ഇതുപോലെ ഒന്നും. പണ്ട് ഞാൻ നല്ല രുചിക്ക് ഉണ്ടാക്കി തരുമ്പം നല്ലതാണോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരുന്നതിന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നോക്കിയാണ്. പക്ഷെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചേർക്കണുണ്ട്. ലെമണിന്റെ ഇത് ചേർക്കാൻ വേണ്ടി ഞാൻ വിട്ടുപോയി. പിന്നെ ബട്ടർ കുറച്ചും കൂടെ ചേർക്കണ്ട, അത് ഞാൻ ചേർത്തില്ല. പിന്നെ മുകളിൽ സവോള ആ പീസ് അത് കുറച്ച് ഡ്രൈ ആണുള്ളതുകൊണ്ട് ഞാൻ അത് ഡ്രൈ ആക്കിയില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫിഷ് ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്. എന്തോ ഒന്നുകൂടെ പറഞ്ഞേ. ചക്കി സാധാരണ ചക്കിയായിരുന്നു. കഴിച്ചോ? അപ്രൂവ് ചെയ്തോ? കഴിച്ചോ? കഴിച്ചില്ല. ഞാൻ പണി പിടിച്ചല്ലേ? കൊള്ളാം. നാളെ രണ്ടാമത് എടുത്തു. സന്തോഷം. ജോണിക്കുട്ടി എടുക്കുന്നു. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ പിള്ളേർക്ക് ഇന്നും കൂടെ ഒരു ദിവസം കൂടെ ഉണ്ട് ഫ്രീ ആയിട്ട്. അത് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മുതൽ സ്കൂൾ തുടങ്ങുവാണ്. എന്റെ കുഞ്ഞിനെല്ലാം അറിയുന്നുണ്ട്. അവന് കൊച്ചിന് 2 ദിവസം എന്റെ പൊന്നോ, നീ എന്തോ ഒരു കീറ്റി പൊളിച്ച് കരയാനുള്ളതാ. അപ്പൊ അവിടെ ഒരാൾ വഴക്കൂടിയിരിക്കുക, മൈൻഡ് ചെയ്യണ്ട. നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഡാൻസ് ആണോ? ഡാൻസ്. ടാറ്റ. ഉറക്കത്തിൽ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അച്ഛോ ഇനി ടാറ്റ പറയോ? ഒരു ടാറ്റ എന്ന് പറയാം. ടാറ്റ.